ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സപ്ലൈ അണ്ടർ ജി എസ് ടി ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജി എസ് ടിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ 3 ടൈപ്പ് ഓഫ് സപ്ലൈ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലേസ് ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് സപ്ലൈസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ പ്ലേസ് ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ അത്യാവശ്യം? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. അതായത് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇത് എവിടെയാണ് സെയിൽസ് നടന്നത്, അതായത് സെയിൽസ് നടന്നതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ഏത് സംസ്ഥാനത്ത് നിന്ന് ഏത് സംസ്ഥാനത്തായിട്ടാണ് വിറ്റത്, അല്ലെങ്കിൽ അതാ സംസ്ഥാനത്ത് തന്നെയാണോ വിറ്റത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ അതോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് നിർണ്ണയിച്ചിട്ട് അവിടെ CGST പ്ലസ് SGST വേണോ അതോ IGST ആണോ നിർണ്ണയിക്കേണ്ടത്, പിടിക്കേണ്ടത്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് GST ഒരു നിയമം ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ അണ്ടർ GST നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ സെക്കൻഡ് വൺ ആണ് ടൈം ഓഫ് സപ്ലൈ. ടൈമിനും പ്രാധാന്യമുണ്ട്. എന്താണ് ടൈമിന് പ്രാധാന്യം? മെയിനായിട്ട് ടാക്സിൻ്റെ റേറ്റിൽ ചിലപ്പോൾ എന്ത് വരാം, ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഇന്ന് സപ്ലൈ നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഇൻവോയ്സ് കൊടുക്കുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം. അതേസമയം നാളെ എന്ത് ചെയ്തു, GSTയുടെ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്തു. ഈ സാഹചര്യത്തിൽ ഏത് റേറ്റിലാണ് ടാക്സ് പിടിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിച്ചിട്ടുണ്ടാവാം, പക്ഷേ സപ്ലൈ നടന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമായിരിക്കാം. ഓക്കെ, അഡ്വാൻസ് മേടിച്ചതിന് ശേഷം ടാക്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവാം, അതിന് ശേഷമായിരിക്കാം സപ്ലൈ നടന്നതെങ്കിൽ ഏത് ടാക്സ് റേറ്റിലാണ് ടാക്സ് പിടിക്കേണ്ടത്. സോ ഇത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു കാര്യമാണ് വാല്യൂ ഓഫ് സപ്ലൈ. എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ? ഏത് വാല്യൂവിന്മേലാണ് നമ്മൾ ടാക്സ് ചുമത്തേണ്ടത്? അതായത് സെല്ലർക്ക് ഇഷ്ടമുള്ള വാല്യൂവിന്മേൽ ടാക്സ് ചുമത്തിയാൽ മതിയോ, അതോ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണോ, ഏത് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വാല്യൂവിന്മേലാണ് GST ചുമത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളെ സംബന്ധിച്ച് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് സപ്ലൈ അണ്ടർ GSTയിൽ വരുന്നത്. സോ ഈ കാര്യങ്ങളാണ് വരുന്ന ഒരു 3-4 വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സപ്ലൈ അണ്ടർ GST. സപ്ലൈ അണ്ടർ GST നമ്മൾ പഠിക്കുന്ന ഏരിയ സപ്ലൈ ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഓക്കെ, അതായത് ഗുഡ്സോ സർവീസോ എന്നാണ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആക്ടിവിറ്റീസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ, ഏതൊക്കെയാണ് സപ്ലൈ അല്ലാത്തത് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സപ്ലൈ എന്നും, അതുപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് സപ്ലൈ ആണ് എന്നും, ഏതൊക്കെ ആക്ടിവിറ്റീസ് സപ്ലൈ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST. അതായത് ലെവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ടാക്സ് ചുമത്തുക. ആൻഡ് കളക്ഷൻ ഓഫ് GST എന്ന് വെച്ചാൽ ടാക്സ് കളക്ട് ചെയ്യുക. അപ്പോൾ ടാക്സ് ചുമത്തണമെങ്കിലും അതുപോലെ തന്നെ അത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ്. അതെന്തായിരിക്കണം, ടാക്സബിൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കണം. പിന്നെ എന്ത് നടന്നിരിക്കണം, സപ്ലൈ നടന്നിരിക്കണം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സപ്ലൈ നടക്കണം. അപ്പോൾ എന്താണ് സപ്ലൈ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, ടൈം ഓഫ് സപ്ലൈ നമുക്ക് പഠിക്കാനുണ്ട്. ഏത് സമയത്താണ് സപ്ലൈ നടന്നത് അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, റേറ്റ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്. സോ റേറ്റ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ടൈം ഓഫ് സപ്ലൈ നമുക്ക് പഠിച്ചിരിക്കണം. ദെൻ അടുത്താണ് പ്ലേസ് ഓഫ് സപ്ലൈ. അവിടെ IGST ചുമത്തണോ അതോ CGST പ്ലസ് SGST ചുമത്തണോ അതോ CGST പ്ലസ് UTGST ചുമത്തണോ തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഏതും കൂടി പഠിക്കേണ്ടതുണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈ കൂടി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അടുത്താണ് വാല്യൂ ഓഫ് സപ്ലൈ. എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ? ഏത് വാല്യൂവിന്മേലാണ് ടാക്സ് ചുമത്തേണ്ടത് എന്നുള്ളത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് വാല്യൂ ഓഫ് സപ്ലൈ. സോ നമ്മളുടെ GSTയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലയർക്ക്, ഒരു കച്ചവടം നടത്തുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കസ്റ്റമറിൽ നിന്ന് ടാക്സ് ചുമത്തണം, അതുപോലെ തന്നെ കളക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വിൽക്കുന്ന ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ആയിരിക്കണം. അദ്ദേഹം എന്ത് നടന്നിട്ടുണ്ടാവണം, മറ്റൊരാൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എന്ത് നോക്കണം, അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം നോക്കണം, പ്ലേസ് നോക്കണം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ കൂടി നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി
കുറച്ചധികം വീഡിയോസിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ മെയിൻലി ഇന്ന് പറയുന്നത് എന്താണ് സപ്ലൈ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മെയിൻലി ഇന്ന് പറയുന്നത്. സോ അടുത്തത് നമുക്ക് നോക്കാം, സപ്ലൈ എന്താണ് സപ്ലൈ. സോ സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിൽ വരാം, ഒരാൾ മറ്റൊരാളിലേക്ക് ഗുഡ്സ് വിൽക്കുന്നു, ആ വിൽപ്പന എന്ന് പറയുന്ന അഥവാ സെയിൽ എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമാണ് നമ്മളുടെ മനസ്സിലേക്ക് വരാം. എന്നാൽ ജി എസ് ടിയിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് സപ്ലൈ എന്നാണ്, സെയിൽ എന്നല്ല. സെയിൽ നടന്നാൽ ജി എസ് ടി എന്നുള്ളതല്ല ജി എസ് ടിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളിലൊന്നും പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. സപ്ലൈയിൽ പക്ഷേ എന്തുണ്ട്, സപ്ലൈ ഇൻക്ലൂഡ് സെയിൽ, സെയിലുണ്ട്, സെയിൽ മാത്രമല്ല എന്തുണ്ട്, ട്രാൻസ്ഫർ. ഓക്കെ, വിൽപ്പനയുണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഉണ്ടെന്ന് ചെയ്യുന്നു ആസ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനാണെങ്കിൽ ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മറ്റേതെങ്കിലും ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്താലും അതിനെ എന്ത് വിളിക്കും, സപ്ലൈ എന്ന് വിളിക്കും. സപ്ലൈ നടന്നാൽ അതെന്താണ്, ടാക്സ് ചുമത്തേണ്ടി വരും. ഓക്കെ, സപ്ലൈ നടന്നാൽ ടാക്സ് ചുമത്തേണ്ടി വരും. അവിടെ സെയിൽ അല്ല എങ്കിൽ പോലും ട്രാൻസ്ഫർ ആണെങ്കിലും എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോൾഡൊക്കെ ഉണ്ടല്ലോ, ഈ ഗോൾഡിൻ്റെ ജ്വല്ലറീസൊക്കെ, ഈ ജ്വല്ലറീസൊക്കെ എന്താ ചെയ്യുക, അവർ സ്വർണ്ണത്തിൻ്റെ ബിസ്ക്കറ്റ്, സ്വർണ്ണത്തിൻ്റെ ബാർസ് മേടിച്ചിട്ട് അവരെന്താ ചെയ്യുക, അത് നാട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശസ്തരായിട്ടുള്ള ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അത് ജ്വല്ലറി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ശരി, ഓർണമെൻറ്റ്സ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണ്, ഈ പറയുന്ന ഗോൾഡ് ബാർ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഈ പറയുന്ന ഗോൾഡ് സ്മിത്തിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് ശരിക്കും ആക്ച്വലി സെയിലാണോ, സെയിലല്ല. പക്ഷെ ആ നീക്കത്തിന് വരെയും എന്ത് ആപ്ലിക്കബിൾ ആണ്, അതും അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, സപ്ലൈ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവും, ജി എസ് ടി ഉണ്ടാവും. ഇൻവോയിസ് ഇല്ലാതെ ആ ഗുഡ്സ് ആ ജ്വല്ലറി ഉടമയിൽ നിന്ന് ഗോൾഡ് സ്മിത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, സോ വളരെ കർക്കശമായിട്ടുള്ള നിയമമാണ് ജി എസ് ടിയിലുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ആളുകൾ ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഗോൾഡ് ബാർ വേറെ സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാനൊരു ജ്വല്ലറി ഓണറാണ്, ഞാൻ ആരിലേക്ക് കൊണ്ടുപോകണതാണ്, ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്തായിട്ട് ഇത് ജ്വല്ലറി ആക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അങ്ങനെ പറഞ്ഞാൽ പോരാ. പിന്നെ എന്ത് വേണം, അതിന് ഇൻവോയ്സ് വേണം. സോ ആ നടക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ഓക്കെ, സോ ആയതുകൊണ്ട് അതിനെന്ത് വേണം, ഇൻവോയ്സ് വേണം. ഓക്കെ, സോ സപ്ലൈ ഇൻക്ലൂഡ് സെയിൽ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, ബാർട്ടർ. ഓക്കെ, നമുക്കറിയാം എന്താണ് ബാർട്ടർ എന്നുള്ള അറിയാം. ബാർട്ടർ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച്, ലൈസൻസ്, അതായത് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കരിങ്കൽ ക്വാറികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് എഗ്രിമെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രാഞ്ചൈസി പോലുള്ള സംഭവങ്ങൾ. സോ അത്തരത്തിലുള്ള ലൈസൻസ്, റെൻ്റൽ, ലീസ്, ഡിസ്പോസൽ ഫോർ എ കൺസിഡറേഷൻ ബിസിനസ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ലീസ്, ഡിസ്പോസൽ ഫോർ എ കൺസിഡറേഷൻ ഇൻ ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യം നശിപ്പിച്ച് കളയാൻ വേണ്ടി, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഒരു ഗുഡ്സ് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. സോ ആ കൊട്ടേഷൻ എന്ന് പറയുന്നത് ആ നശിപ്പിച്ച് കളയുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൈസ മേടിക്കുന്നുണ്ട്. സോ അതും എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. സോ സപ്ലൈ ഇൻക്ലൂഡ്സ് സെയിലുണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, ബാർട്ടർ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, റെൻ്റൽ ഉണ്ട്, ലീസ് ഉണ്ട്, ഡിസ്പോസൽ ഫോർ എ കൺസിഡറേഷൻ ഇൻ ബിസിനസ്. ഇതിനെല്ലാം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ വരുന്നതാണ് ഇമ്പോർട്ട്. ഇമ്പോർട്ടും എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ദെൻ അടുത്താണ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഗുഡ്സ് മറ്റൊരാൾക്ക് കൊടുത്തു, പക്ഷെ എന്ത് മേടിച്ചില്ല, വിത്തൗട്ട് കൺസിഡറേഷൻ, പൈസയൊന്നും മേടിച്ചില്ല എങ്കിൽ പോലും അതെന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. അപ്പോൾ സപ്ലൈ ഇൻക്ലൂഡ്സ് സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ ഫോർ എ കൺസിഡറേഷൻ ബിസിനസ്, ഇമ്പോർട്ട്, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. ഇതെല്ലാം എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ഓക്കെ, സോ എന്താണ് സപ്ലൈ എന്നുള്ളത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. എന്താണ് ഈ സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ? ആരാണ് ഈ പൈസയൊന്നും മേടിക്കാതെ സപ്ലൈ നടത്തുന്ന ആരാണ്? നമുക്ക് നോക്കാം. പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് അസറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്. പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഓർ ഡിസ്പോസൽ ഓഫ് അസറ്റ്, അതായത് ഒരു അസറ്റ് എന്ത് ചെയ്യുക, പെർമനൻ്റ് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പോസൽ ഓഫ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യാം. പക്ഷെ അതിന് എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ITC അവൈൽഡ്. അതായത് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു AC യോ
അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജോ അങ്ങനെയുള്ള സംഭവം ഞാൻ മേടിച്ചു. സോ എന്നെ സംബന്ധിച്ച് അതെന്ത് ഗുഡ്സാണ്? അതൊരു ക്യാപിറ്റൽ ഗുഡ്സാണ്, ശരിയല്ലേ? ഈ ക്യാപിറ്റൽ, അപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് പലചരക്ക് കച്ചവട ബിസിനസ്സാണ്. ഞാൻ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് മേടിക്കുന്ന ഗുഡ്സുകൾ എന്തൊക്കെയാണോ ആ ഗുഡ്സ് മേലൊക്കെ എനിക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും, സംശയമില്ല. അതുപോലെ തന്നെ എൻ്റെ സ്ഥാപനത്തിലേക്ക് മേടിക്കുന്ന ഫർണിച്ചർ, അതുപോലെ തന്നെ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടോ ആ അസറ്റ് മേലെ എനിക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? അത് ക്യാപിറ്റൽ ഗുഡ്സ് ആയതുകൊണ്ടാണ്. സോ എന്തിനാണ് ഈ ക്യാപിറ്റൽ ഗുഡ്സ് മേലെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്ത് കിട്ടുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫർണിച്ചർ പോലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ? എൻ്റെ സ്ഥാപനത്തിലുള്ള പലചരക്ക് ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് സഹായകരമാവുന്ന ഗുഡ്സ് ആണ് എന്നെ സംബന്ധിച്ച് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. അതുകൊണ്ട് നമ്മൾ GST നിയമത്തിൽ എന്ത് പറയുന്നുണ്ട്? നിങ്ങൾ കച്ചവടക്കാർക്ക് ഒരു ആനുകൂല്യമുണ്ട്. നിങ്ങൾ മേടിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് മേൽ നിങ്ങൾ അടച്ച ടാക്സ്, നിങ്ങൾ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്, ആ ടാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടും? ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അടച്ച ടാക്സ് തിരിച്ചു കിട്ടും എന്നുള്ള ഒരർത്ഥത്തിൽ പറയാം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്ത് കിട്ടും? ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ഥാപനത്തിലുള്ള ഞാനിപ്പോൾ ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ 2-3 വർഷമായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന ഫർണിച്ചർ അല്ലെങ്കിൽ AC അല്ലെങ്കിൽ ഫ്രിഡ്ജ് അതുപോലുള്ള എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ അതുമേൽ ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ട്. അടച്ച പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ക്രെഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്തെടുത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് അടയ്ക്കാത്തതാണ്? പ്രത്യക്ഷത്തിൽ ടാക്സ് അടയ്ക്കാത്തതാണ്, ശരിയല്ലേ? അതായത് അതുമേലുള്ള ക്രെഡിറ്റ് ഞാൻ അവൈൽ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഇപ്പോൾ സ്ഥാപനത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു TV ആണ് അല്ലെങ്കിൽ CCTV ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വിചാരിക്കും. ഈ CCTV ക്യാമറ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം വളരെ തന്ത്രപരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഗുഡ്സ്, ആ ക്യാമറയുടെ ഫുൾ സെറ്റപ്പ് അടക്കം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വീട്ടിലേക്ക് അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെയും ടാക്സ് അടയ്ക്കോ? ഇല്ല. ഓക്കെ, സോ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങനത്തരത്തിലുള്ള ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഡിസ്പോസലോ നടന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമോ? കൺസിഡറേഷൻ മേടിക്കുമോ? മേടിക്കില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് അസറ്റ്. അസറ്റ് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ പെർമനൻറ്റ് ട്രാൻസ്ഫർ നടത്തുക, ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് നഷ്ടമാണ്. അവരെ സംബന്ധിച്ച് എന്താണ്? നമ്മളൊരു ബിസിനസ് നടത്തിയത് കൊണ്ടാണ് ക്യാപിറ്റൽ ഗുഡ്സ് മേൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തത്. ആ അസറ്റ് നമ്മൾ അതെന്ത് ചെയ്യണം? നശിപ്പിച്ചു കളയുകയോ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ക്രെഡിറ്റ് തന്നതിൽ എന്തില്ല? അർത്ഥമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ ട്രാൻസ്ഫറിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആ സപ്ലൈ മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതാണ് എൻ്റെ ലോജിക്. ഓക്കെ, ആ സപ്ലൈ മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ദെൻ അടുത്താണ് സപ്ലൈ ടു റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഓക്കെ, റിലേറ്റഡ് പേഴ്സണിലേക്കോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണിലേക്കോ സപ്ലൈ നടത്തി കഴിഞ്ഞാലും അതും എന്ത് തന്നെയാണ്? സപ്ലൈ ആണ്. ഗിഫ്റ്റ് എക്സ്ക്ലൂഡ്സ് ബിലോ 50,000 ടു എൻ എംപ്ലോയി. ഓക്കെ, അതായത് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് എക്സ്ക്ലൂഡ് ബിലോ 50,000. 50,000 താഴെയാണ് എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അത് എക്സ്ക്ലൂഡഡ് ആണ്. പക്ഷേ അതേസമയം എംപ്ലോയിക്ക് 50,000 മുകളിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. then അടുത്താണ് സപ്ലൈ ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് ഓർ ഏജന്റ് പ്രിൻസിപ്പൽ. അതായത് ഇപ്പോൾ നമുക്കറിയാം ബിസിനസ്സിന് ചിലപ്പോൾ ഏജന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉണ്ടാവും. സോ ഏജന്റ് പ്രിൻസിപ്പളിലേക്കോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റിലേക്കോ ഗുഡ്സിന്റെ മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? സപ്ലൈ തന്നെയാണ്. ഓക്കെ, അടുത്താണ് ഇമ്പോർട്ട് ഫ്രം റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം ഹിസ് ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇമ്പോർട്ട് ഫ്രം റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം ഹിസ് ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റഡ് പേഴ്സൺ, എൻ്റെ വൈഫിന് തമിഴ്നാട്ടിലൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു? എൻ്റെ ബിസിനസ്സിന് സമാനമായിട്ടുള്ള ബിസിനസ് തന്നെയാണ് അവിടെ. അപ്പോൾ എനിക്ക് ഇവിടെ ഗുഡ്സ് ആവശ്യമുള്ളപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? എന്നിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതും എന്ത് തന്നെയാണ്? സപ്ലൈ തന്നെയാണ്. സോ ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ്, സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ് എവിടെയുണ്ട്? വിദേശ രാജ്യത്തുണ്ട്. ആ വിദേശ രാജ്യത്ത് നിന്ന് ഞാൻ ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും അവിടെ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരും, IGST വരും. ഓക്കെ, സോ അതും എന്ത് തന്നെയാണ്? സപ്ലൈ തന്നെയാണ്. സോ എത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളുണ്ടോ ഇതെല്ലാം എന്ത് തന്നെയാണ്? GST ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് ഈസ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും? GST വരും. ഓക്കെ, ദെൻ അടുത്താണ് ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഇൻ ഗുഡ്സ്, വിത്തൗട്ട് ടൈറ്റിൽ സർവീസ്, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ ഫുൾ പേയ്മെന്റ്, ഗോൾഡ് ഡെപ്പോസിറ്റ്. അതായത് നമ്മുടെ ചില ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസം ഒരു 1000 അല്ലെങ്കിൽ 10,000 രൂപ പോലെ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് അതിനൊരു നിശ്ചിത മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗോൾഡായിട്ട് തരുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ഓക്കെ. സോ ട്രാൻസ്ഫർ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഗുഡ്സിൻ്റെ ടൈറ്റിൽ, ഒരു അതിൻ്റെ അവകാശം നമുക്ക് തരാം. റൈറ്റ് ഇൻ ഗുഡ്സ്, റൈറ്റ് തരാം. വിത്തൗട്ട് ടൈറ്റിൽ സർവീസ്, അതായത് സർവീസ് ആണെങ്കിൽ നമുക്ക് ടൈറ്റിലൊന്നും കിട്ടുന്നില്ല. സോ സർവീസ് ആണെങ്കിലും ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ നിങ്ങൾ 10 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 പവൻ സ്വർണ്ണം തരും എന്ന് പറയുന്ന ഒരു സ്കീം പോലത്തെ സ്കീം. സോ ഇതെല്ലാം എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. അത് ഷെഡ്യൂൾ 2 വരുന്നതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതായത് ലാൻഡ് അതുപോലെ തന്നെ ബിൽഡിംഗ്. ഓക്കെ, അത് എന്തിനു കൊടുക്കുക, ലീസിന് കൊടുക്കുക. ലീസ്, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ പർപ്പസ്, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, വാടകക്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനോ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് എന്താണ്, അതും സപ്ലൈ തന്നെയാണ്, ഷെഡ്യൂൾ 2 വരുന്നതാണ്. പക്ഷേ ലാൻഡോ ബിൽഡിങ്ങോ വിൽപ്പന നടത്തുകയാണെങ്കിൽ എന്ത് വരില്ല, GST ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്, അത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യമാണ്. ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്, അതായത് ഒരു സ്വർണ്ണ വ്യാപാരി എന്ത് ചെയ്യുന്നു, ഗോൾഡ് സ്മിത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഗോൾഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. സോ ആ ട്രാൻസ്ഫർ എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്, ഷെഡ്യൂൾ 2 വരുന്നതാണ്. സോ ഇതെല്ലാം എന്ത് തന്നെയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ആ സപ്ലൈ നടത്തുന്ന ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ടാക്സബിൾ ആണെങ്കിൽ GST അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്തൊന്ന് നമുക്ക് നോക്കാം, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്. ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ A എന്ന് പറയുന്നൊരു ബിസിനസ് ഉണ്ട്, B എന്ന് പറയുന്ന ബിസിനസ് ഉണ്ട്. അപ്പോൾ 2 ബിസിനസ്സും, A എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് B എന്ന് വിചാരിക്കുക. അപ്പോൾ A എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, B എന്ന് പറയുന്ന കമ്പനിയിലേക്ക് അസറ്റ് എന്ത് ചെയ്യുന്നു, മൂവ്മെൻറ്റ് നടത്തുന്നു. സോ A എന്ന് പറയുന്ന കമ്പനി ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ഗുഡ്സ്, ഒരു ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചത്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മേടിച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടർ മേലുള്ള ഇൻപുട്ട് ടാക്സ് ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് മേലെ എനിക്ക് ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ക്രെഡിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 5 വർഷം കൊണ്ടാണ് അത് ക്രെഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ ഗുഡ്സ് മേലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിലാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. സോ 1 വർഷം ഞാനത് യൂസ് ചെയ്തു. ആ 1 വർഷം യൂസ് ചെയ്തപ്പോൾ 1 വർഷത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്ത് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ അസറ്റ് ഞാൻ എൻ്റെ വേറൊരു സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള Bയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ Bയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അതും എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ഓക്കെ, ഇനി Bക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എനിവേ അവിടെ എന്താണ്, ടാക്സബിൾ ഗുഡ്സ് ആണ്. ഓക്കെ, ഈ നടത്തുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് ടാക്സബിൾ ഗുഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ സബ്സിഡിയറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത് സപ്ലൈ ആണ്. അവിടെയും എന്ത് വരും എന്നുള്ളതാണ്, GST വരും. ദാറ്റ് ഈസ് സപ്ലൈ ആണ്. ഓക്കെ, അടുത്താണ് സപ്ലൈ ഓഫ് സർവീസസ്. റെന്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ, IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പ്രോഗ്രാമിങ്, അല്ലേ, ഇത്ര പ്രോഗ്രാമിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ എന്തിനാണ്, അതെല്ലാം സപ്ലൈ ആണ്. സപ്ലൈ സർവീസ്, റെന്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുക, കൺസ്ട്രക്ഷൻ നടത്തുക, ബിൽഡിംഗ് പണിയുക, പാലം പണിയുക, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പ്രോഗ്രാമിങ്, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇതെല്ലാം എന്താണ്, സപ്ലൈ തന്നെയാണ്. അടുത്താണ് കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കോമ്പോസിറ്റ് സപ്ലൈ നമുക്ക് പഠിക്കാനുണ്ട്, മിക്സഡ് സപ്ലൈ നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കോമ്പോസിറ്റ് സപ്ലൈയും സപ്ലൈ ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഡിഫേർഡ് പേയ്മെന്റ്. നമ്മൾ ഗുഡ്സ് സപ്ലൈ ചെയ്തു ഫോർ ക്യാഷ്, അതായത് ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പണത്തിന് നമ്മളൊരു ഗുഡ്സ് വിറ്റു, അല്ലെങ്കിൽ എന്താണ്, ഫോർ ഡിഫേർഡ് പേയ്മെന്റ്, അതായത് ക്യാഷ് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ്, സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനജംഗമ വസ്തുക്കളായിട്ടോ നമ്മൾ പകരം മേടിക്കുകയാണ് ഫോർ ഡെഫേർഡ് പേയ്മെന്റ്. എന്താണെങ്കിലും അത് എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്. ഓക്കെ, സോ ഇതിനെയെല്ലാം നമ്മുടെ ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്ന, ഷെഡ്യൂൾ 2 വരുന്ന ഗുഡ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ഏതൊക്കെയാണ് സപ്ലൈ അല്ലാത്തത്, നമ്മൾ അതാണ് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. പഠിക്കാൻ എളുപ്പം അത് തന്നെയാണ്. സോ ഷെഡ്യൂൾ 3 വരുന്നതാണ് ആക്ടിവിറ്റീസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ അല്ലാത്തത്. സർവീസസ് ടു ആൻ എംപ്ലോയി, എംപ്ലോയിക്ക് കൊടുക്കുന്ന സർവീസസ് ടു ആൻ എംപ്ലോയി. ഓക്കെ, ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രാവൽ ചെയ്യാനായിട്ടൊരു വാഹനം പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ HR കൊടുക്കുക, അങ്ങനെ പല സർവീസുകൾ, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ. സോ അതൊന്നും എന്തല്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, കോർട്ട് ട്രിബ്യൂണൽ അവർ ചെയ്യുന്നതൊന്നും എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല.
ഓക്കെ. പിന്നെ ഇതിൽ ചെറിയൊരു ഭേദഗതി വന്നിട്ടുണ്ട്, അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, കോർട്ട് ആൻഡ് ട്രിബ്യൂണലിൽ വന്നിട്ടുണ്ട്, ചെറിയൊരു ഭേദഗതി വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. പുതിയ പുതിയ ഭേദഗതികൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നതാണ്. ദെൻ MP, MLA, പഞ്ചായത്ത് മെമ്പർ എക്സെട്ര. ഓക്കെ, ഈ MP മാർ, MLA മാർ, പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? അതൊക്കെ അവർ ചെയ്യുന്ന സർവീസാണ്. സോ അതൊന്നും എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന സർവീസ് മേലെ എന്തില്ല? GST ഇല്ല. പേഴ്സൺ ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി അണ്ടറിലുള്ള ഒരു പേഴ്സൺ, അതായത് ഗവർണർ ആവാം, അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ. സോ ഇവരൊക്കെ ചെയ്യുന്ന സർവീസ് തന്നെയാണ്. സോ പക്ഷേ അതെന്തല്ല? ടാക്സബിൾ അല്ല. ദെൻ ചെയർപേഴ്സൺ, മെമ്പർ, ഡയറക്ടർ ഓഫ് എ ഗവൺമെൻറ് ബോഡി, ഒരു ഗവൺമെൻറ് ബോഡിയുടെ ചെയർപേഴ്സണോ മെമ്പറോ ഡയറക്ടറോ ചെയ്യുന്ന സർവീസ്. സോ സർവീസാണ്, പക്ഷേ ഇതെന്തല്ല? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ടാക്സബിളുമല്ല. ദെൻ ഫ്യൂണറൽ, ബ്യൂറിയൽ, ക്രിമറ്റോറിയം, മോർച്ചറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ഉള്ളത്, അതായത് മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഗുഡ്സ്, സർവീസസ് പോലുള്ള കാര്യങ്ങൾ, അതുമേലൊന്നും എന്തില്ല? GST ഇല്ല. സോ ഷെഡ്യൂൾ 3 വരുന്നതിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് അതെന്തല്ല? അതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ഷെഡ്യൂൾ 1 ഉം 2 മാത്രമാണ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത നോക്കുന്നതൊക്കെ ഇത് അവിടെ തീർന്നില്ല. അടുത്താണ് സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. ലാൻഡോ ബിൽഡിങ്ങോ സെയിൽ നടത്തുക സപ്ലൈ അല്ല. പക്ഷേ ലാൻഡോ ബിൽഡിങ്ങോ റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ലീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആണ്, ടാക്സബിൾ ആണ്, GST വരും. സപ്ലൈ ഫ്രം നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി. സപ്ലൈ ഫ്രം നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി. അതായത് ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു നോൺ ടാക്സബിൾ ടെറിട്ടറി. അപ്പോൾ എന്താണ് ഈ നോൺ ടാക്സബിൾ ടെറിട്ടറി? അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലുള്ള സ്ഥാപനങ്ങളാണ്, പ്രത്യേക സാമ്പത്തിക മേഖലകൾ. അവിടെ എന്തുണ്ട്? ടാക്സിന് എക്സംഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മളുടെ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു എക്കണോമിക് സോൺ ഉണ്ട്, പ്രത്യേക സാമ്പത്തിക മേഖലയുണ്ട്. അതുപോലെ തന്നെ ഈ സെസ്സിൻ്റെ പദവി കിട്ടിയിരിക്കുന്ന ഒരുപാട് മേഖലകൾ നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ട്. കേരളത്തിൽ തന്നെ അനേകം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്കിലെ ചില മേഖലകൾ, സ്മാർട്ട് സിറ്റി പോലുള്ള മേഖലകളൊക്കെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, എന്താണ്? പ്രത്യേക സാമ്പത്തിക മേഖലയാണ്. അവിടെ എന്തില്ല? ഇത്തരത്തിലുള്ള GSTയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ പോലുള്ള ടാക്സ് നിയമങ്ങളോ, ഇന്ത്യയിലുള്ള എന്താണ് ലേബർ കോൺട്രാക്ട് ആക്ടുകൾ, അങ്ങനെയുള്ള കുറേ ആക്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അവിടെ ബാധകമല്ല. അതൊക്കെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ്. സോ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് സ്മാർട്ട് സിറ്റിയിലേക്ക് ഒരു ഗുഡ്സിന് മൂവ്മെൻറ്റ് നടത്തുക. അപ്പോൾ രണ്ട് എന്താണ്? നോൺ ടാക്സിബിൾ ടെറിട്ടറിയാണ്. അപ്പോൾ ഒരു നോൺ ടാക്സിബിൾ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു നോൺ ടാക്സിബിൾ ടെറിട്ടറിയിലേക്ക് ഗുഡ്സിന് മൂവ്മെൻറ്റ് നടത്താം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളുടെ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് നോൺ ടാക്സിബിൾ ടെറിട്ടറിയാണ്. അവിടെ നിന്ന് ഗുഡ്സ് എന്ത് ചെയ്യുന്നു? വിദേശ രാജ്യത്തേട്ട് പോകുന്നു. വിദേശ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ ടാക്സിബിൾ ടെറിട്ടറിയാണ്. ഇന്ത്യ മാത്രമാണ് ടാക്സിബിൾ ആയിട്ടുള്ള ടെറിട്ടറി. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള നോൺ ടാക്സിബിൾ ടെറിട്ടറീസ് ഉണ്ട്, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഉണ്ട്. അവിടെ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്നത് എന്താണ്? നോൺ ടാക്സിബിൾ ടെറിട്ടറിയാണ്. സോ അതും എന്തല്ല? സപ്ലൈ അല്ല. സപ്ലൈ ഫ്രം എ നോൺ ടാക്സിബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സിബിൾ ടെറിട്ടറി should not be treated as a supply to treat ചെയ്യില്ല. ഷെഡ്യൂൾ 3 വരുന്നതാണ്. The 9th one, activities undertaken by government and notified by government. Activities undertaken by government. ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നോട്ടിഫൈ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ പറയും, സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര സർക്കാർ പറയും ഇന്ന ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്നു? GSTയിൽ നിന്ന് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്ന് നോട്ടിഫൈ ചെയ്താൽ, അവർ നോട്ടിഫൈ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവർ വെറുതെ നോട്ടിഫൈ ചെയ്യില്ല, GST കൗൺസിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ് പറയുന്നത്. ഗവൺമെൻറ് പറയും ഇന്ന കാര്യത്തിൽ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, ഇനി മുതൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൽ വരും? ഷെഡ്യൂൾ 3 വരും. ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ഗവൺമെൻറ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ്. Then 10th one, any other transactions notified by government. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസ്, ഇതൊന്നും എന്തല്ല? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്, ഷെഡ്യൂൾ 1, 2, 3. അപ്പോൾ ഷെഡ്യൂൾ 1ലും 2ലും ഏതൊക്കെ ട്രാൻസ്ഫറുകൾ, ഏതൊക്കെ സിറ്റുവേഷൻസ് സപ്ലൈ ആണെന്ന് പഠിച്ചു. സപ്ലൈ ആണെന്ന് പഠിച്ച ഷെഡ്യൂൾ 1ലും 2ലും നടന്ന സംഭവ വികാസങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ആ ഗുഡ്സ് ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത കേസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ആണ് പഠിച്ചത്. ഷെഡ്യൂൾ 3 ആണ് പഠിച്ചത്. 10 സിറ്റുവേഷൻസ് പഠിച്ചു. ഇവിടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് നടത്തുന്ന ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടാക്സബിൾ ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കാം. പക്ഷേ ഇവർ തമ്മിൽ ഈ പറയുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഈ 8ാമത്തെ സിറ്റുവേഷൻ പറയാണ്. ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ മേടിച്ചു, ഓക്കെ, ടാക്സ് അടയ്ക്കണം. അത് ഷെഡ്യൂൾ 1ലോ 2ലോ വരുന്നതാണ്.
ഓക്കെ. പക്ഷെ അതേസമയം എന്ത് ചെയ്തു, ഈ ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് മൊബൈൽ ഫോൺ നിർമ്മിച്ചിട്ട് മറ്റേതെങ്കിലും നോൺ ടാക്സബിൾ ടെറിട്ടറിയൊക്കെ വിൽക്കുകയാണ്, വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏതിൽ വന്നു, ഈ 8th പോയിന്റിൽ വന്നു, സപ്ലൈ ഫ്രം നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി. പക്ഷേ ആ ഗുഡ്സ് എന്താ, ടാക്സബിൾ ഗുഡ്സ് ആണ്. പക്ഷെ അത് എന്ത് സപ്ലൈ അല്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, അത് ഷെഡ്യൂൾ 3ൽ വന്ന ട്രാൻസാക്ഷൻ ആയിപ്പോയി. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഷെഡ്യൂൾ 3, നമ്മളത് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ടാക്സ് ഓൺ കോമ്പോസിറ്റ് ആൻഡ് മിക്സഡ് സപ്ലൈ. ഓക്കെ, എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്നുള്ളത്, മിക്സഡ് സപ്ലൈ എന്താണെന്നുള്ളതൊക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ, എന്താണ് മിക്സഡ് സപ്ലൈ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ടാക്സ് ഓൺ കോമ്പോസിറ്റ് സപ്ലൈ, സെക്ഷൻ 8ൽ വരുന്നതാണ്. നോക്കാം. ഓക്കെ, എന്താണ് ടാക്സേഷൻ ഓൺ കോമ്പോസിറ്റ് സപ്ലൈ. Composite supply means two or more goods or services which are ordinarily supplied together. ഇതാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട കാര്യം. Which are ordinarily supplied together in course of business. ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചില ഗുഡ്സോ സർവീസോ ഓർഡിനറിലി ബണ്ടിൽഡ് ആക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. എ ഡീലർ സെൽസ് എ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ. ഒരു ഡീലറിന് എന്ത് ചെയ്തു, ഒരു കാറ് വിൽക്കുകയാണ്, എലോങ് വിത്ത് രജിസ്ട്രേഷൻ. നമുക്കറിയാം നമ്മളിപ്പോൾ കേരളത്തിലെ നിയമപ്രകാരം ഒരു കാറിൻ്റെ സ്ഥാപനം ഒരു കാറ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ കാറ് വിൽക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കണം, ഇൻഷുറൻസ് എടുത്തു കൊടുക്കണം, അതിൽ ടൂൾ കിറ്റ് വെക്കണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലുള്ള സംഭവങ്ങളെല്ലാം വെക്കണം. പക്ഷെ കാർ എന്ന് പറയുന്ന സംഭവത്തിൽ ഉൾക്കൊള്ളുന്നതാണോ ഫസ്റ്റ് എയ്ഡ് കിറ്റും ടൂൾ കിറ്റും? അല്ല, അത് സെപ്പറേറ്റ് പ്രൊഡക്റ്റ്, അത് വേറെ പ്രൊഡക്റ്റാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു കാറിൽ വരുന്നതല്ല, ആക്ച്വലി ആ കാറിൽ വരുന്ന പ്രൊഡക്റ്റ് അല്ല ഈ ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, പക്ഷേ കാർ അവർക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ നിയമപ്രകാരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കസ്റ്റമറിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ അവരെന്നോട് ഫോർ ഫ്രീ മെയിൻ്റനൻസ് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യും. ദിസ് ഈസ് എ കോമ്പോസിറ്റ് സപ്ലൈ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, കോമ്പോസിറ്റ് സപ്ലൈ എന്നാണ് വിളിക്കുന്നത്. സോ ഇവർക്ക് അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള കാർ വിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ദ വെഹിക്കിൾ ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ആൻഡ് ഫ്രീ മെയിൻ്റനൻസ് സർവീസസ് കനോട്ട് ബി സപ്ലൈഡ് വിത്തൗട്ട് ദ വെഹിക്കിൾ. വാഹനമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. വിച്ച് ഈസ് ദ പ്രിൻസിപ്പൽ സപ്ലൈ. അവിടെ ഏതാണ് പ്രിൻസിപ്പൽ സപ്ലൈ, വെഹിക്കിളാണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. സോ ഈ സാഹചര്യത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാൻ പറ്റില്ല, ഒരുമിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. നാച്ചുറലി ബണ്ടിൽഡ് ആണ്, അങ്ങനെ നമുക്ക് പറയാം. നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള സംഭവമാണ് എന്ത്, കോമ്പോസിറ്റ് സപ്ലൈ. സോ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് ടാക്സ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാറാണ് അവിടെ എന്ത്, പ്രിൻസിപ്പൽ സപ്ലൈ. കാറിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 28%. അപ്പോൾ കാറിൻ്റെ ടാക്സ് റേറ്റ് 28%. ടൂൾ കിറ്റിൻ്റെ ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 12 ആണെന്ന് വിചാരിക്കുക, ഫസ്റ്റ് എയ്ഡ് കിറ്റ് 12 ആണെന്ന് വിചാരിക്കാം, അതുപോലെ തന്നെ ഇൻഷുറൻസ് 12 ആണ്, രജിസ്ട്രേഷൻ 18 ആണെന്ന് വിചാരിക്കുക. സോ എനിവേ ബാക്കിയുള്ളതിൻ്റെ റേറ്റ് എന്തുമാവട്ടെ, ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണ്, കാറാണ്. സോ കാറിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ്, 28%. അപ്പോൾ കാറ് അവർ വിലയിടുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞ എല്ലാ ചിലവുകളും കൂടിയും കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ 6 ലക്ഷം രൂപ ഇടുന്നത്. സോ ആ 6 ലക്ഷം രൂപയുടെ 28% GST അവർക്ക് പിടിക്കാൻ പറ്റും, അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ടൂൾ കിറ്റിനും ഫസ്റ്റ് എയ്ഡ് കിറ്റിനും ഈ പറയുന്ന അനുബന്ധ പ്രൊഡക്റ്റുകൾക്കൊക്കെ എത്ര GST കൊടുക്കേണ്ടി വരും, ഈ പറഞ്ഞ 28% GST എന്നുള്ള രീതിയിൽ തന്നെ വരും. അപ്പം നാച്ചുറലി ബണ്ടിൽഡ് ആണെങ്കിൽ, ഓർഡിനറിലി സപ്ലൈ ടുഗദർ, കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് വിൽക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സിൻ്റെ റേറ്റ് എത്രയാണോ ആ റേറ്റ് തന്നെ വരും ഫുള്ളി. ഓക്കെ, അതിന് ഒറ്റ വാല്യൂ ഇടുന്നത്, ഇൻഷുറൻസിന് ഇത്ര, രജിസ്ട്രേഷൻ ഇത്ര, അങ്ങനെയല്ല വാല്യൂ ഇടുന്നത്. അവർ ഒറ്റ അടിക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത്ര രൂപയാണ് വില എന്ന് പറയുന്നു. ആ വിലയുടെ 28% നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, GST അടയ്ക്കേണ്ടി വരും. സോ ഇതിനെയാണ് വിളിക്കുന്നത് എന്താണ്, കോമ്പോസിറ്റ് സപ്ലൈ. അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണ്, കാർ ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, കാറിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അവിടെ ഫോർ എക്സാമ്പിൾ 5% ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ഇന്ത്യയിൽ കാറിൻ്റെ ടാക്സിൻ്റെ റേറ്റ് 5% വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ 18%, ഇൻഷുറൻസിൻ്റെ 12%, ടൂൾ കിറ്റിൻ്റെ 12%, ഫസ്റ്റ് എയ്ഡിൻ്റെ ഒക്കെ 12 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിലോ അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണ്, കാറാണ്. കാറിന് എത്രയാണ്, 5%. ആ 5% തന്നെയാണ് എല്ലാത്തിനും വരുള്ളൂ. സോ പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് ഏതാണോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിൻ്റെ ടാക്സ് റേറ്റ് ആണ്
ആ വോൾ എമൗണ്ട് മേൽ എന്ത് ചെയ്യുക, ഇമ്പോസ് ചെയ്യുക. ഇതാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്താണ് ടാക്സ് ഓൺ മിക്സഡ് സപ്ലൈ. എന്താണ് ഈ മിക്സഡ് സപ്ലൈ? മിക്സഡ് സപ്ലൈ റെഫേഴ്സ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്ത് ഡിഫറെൻറ്റ് റേറ്റ്സ് ബണ്ടിൽഡ് ആൻഡ് സപ്ലൈഡ് ഫോർ എ സിംഗിൾ പ്രൈസ് അതർ ദാൻ കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ അല്ല. മിക്സഡ് സപ്ലൈ റെഫേഴ്സ് ടു ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്ത് ഡിഫറെൻറ്റ് റേറ്റ്. പല റേറ്റിലുള്ള ചില ഗുഡ്സുകൾ ബണ്ടിലാക്കുന്നു. ഓക്കെ, എങ്ങനെ? ഒരു സിംഗിൾ പ്രൈസിലേക്ക്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മിക്സഡ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ ദിവാലി ഗിഫ്റ്റ് ബോക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ക്യാൻഡ് ഫുഡ്സ്. നിങ്ങൾ ദീപാവലി ആകുമ്പോഴത്തേക്കും നമ്മുടെ ലുലു മാളിലോ എവിടെയെങ്കിലും പോവാണ് ഒരു ബോക്സ് മേടിക്കാൻ. ആ ബോക്സിൻ്റെ അകത്തൊക്കെ നമുക്ക് എന്തുണ്ടാവും? സ്വീറ്റ്സ് ഉണ്ടാവും, ഒരുപാട് മധുര പലഹാരങ്ങൾ ഉണ്ടാവും, ചോക്ലേറ്റ്സ് ഉണ്ടാവും, കേക്ക്സിൻ്റെ പീസ് ഉണ്ടാവും, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എറൈറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു ബോക്സ് ആയിട്ടായിരിക്കും, ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് പോലുള്ള ഒരു ബോക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഓക്കെ, സോ ഓൾ ആർ ഓൾസോ സോൾഡ് സെപ്പറേറ്റ്ലി. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്ക് സ്വീറ്റ്സ് സെപ്പറേറ്റ് വിൽക്കാം, ചോക്ലേറ്റ് സെപ്പറേറ്റ് വിൽക്കാം, കേക്ക്, ഡ്രൈ ഫ്രൂട്ട്സ്, എയറൈറ്റഡ് ഡ്രിങ്ക്, ഇതൊക്കെ നമുക്ക് എന്ത് വിൽക്കാം? സെപ്പറേറ്റഡ് ആയിട്ട് വിൽക്കാം. നേരത്തെ നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈയിൽ പറഞ്ഞ കാറിൻ്റെ രജിസ്ട്രേഷൻ അത് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല, അത് കാറിൻ്റെ കൂടെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട്, അത് കോമ്പോസിറ്റ് സപ്ലൈയിൽ വരുന്നതാണ്. ഇതെന്താണ്? ഇത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല, ഇതല്ലാതെയും വിൽക്കാം. ഒരു കച്ചവടക്കാരന് വേണമെങ്കിൽ സ്വീറ്റ്, ചോക്ലേറ്റ്, കേക്ക്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സെപ്പറേറ്റ് അദ്ദേഹത്തിന് കച്ചവട സ്ഥാപനത്തിൽ വിൽക്കാൻ പാടില്ലേ? ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ഓൾ ആർ ഓൾസോ സോൾഡ് സെപ്പറേറ്റ് വിൽക്കാവുന്നതാണ്. സിൻസ് എയറേറ്റഡ് ഡ്രിങ്ക്സ് ഹാവ് ദ ഹയസ്റ്റ് GST റേറ്റ് ഓഫ് 28%. ഇപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ദിവാലി ഗിഫ്റ്റ് ബോക്സ് മേടിക്കുമ്പോൾ നമ്മളൊരു കൂട്ടുകുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുമ്പോൾ ഒരു മധുരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഉദ്ദേശം മധുരമാണ് അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ. അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളാണ് കേക്ക്സ്, ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് ഉള്ളത്, അതായത് പെപ്സി, കൊക്കോകോള പോലുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ അവിടെ പ്രിൻസിപ്പൽ സപ്ലൈ ആയിട്ട് ഉദ്ദേശിച്ചത് ചിലപ്പോൾ മധുരമായിരിക്കും. പക്ഷേ എനിവേ ഇവിടെ അത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല. ഓക്കെ, നാച്ചുറലി ബണ്ടിൽഡ് അല്ല. ഒരു കച്ചവടക്കാരൻ എന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. സോ ആ ബോക്സിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ചെയ്തതിനാണ് എയറേറ്റഡ് ഡ്രിങ്ക്സിനാണ് 28% ടാക്സ് വരും. പക്ഷേ സ്വീറ്റ്സിനോ ചോക്ലേറ്റ്സിനോ കേക്സിനോ അത്രയും ടാക്സ് ഒന്നുമില്ല. ഓക്കെ, എയറേറ്റഡ് ഡ്രിങ്ക്സ് വിൽ ബി ട്രീറ്റഡ് ആസ് പ്രിൻസിപ്പൽ സപ്ലൈ. അവിടെ എയറേറ്റഡ് ഡ്രിങ്ക് ആയിരിക്കും എന്ത്? പ്രിൻസിപ്പൽ സപ്ലൈ. അപ്പോൾ സ്വീറ്റ്സിന് 12% ടാക്സ് ഉള്ളൂ, ചോക്ലേറ്റിന് 5% ഉള്ളൂ, കേക്സിന് 18% ഉള്ളൂ, ഡ്രൈ ഫ്രൂട്ടിന് 12% ഉള്ളൂ. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ എയറേറ്റഡ് ഡ്രിങ്ക്സിന് 28% ടാക്സ് വന്നതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റിനും നമ്മൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 28% ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബോക്സിൽ വരുന്ന സ്വീറ്റ്സ് ചിലപ്പോൾ ഒരു 500 രൂപയുടെ സ്വീറ്റ്സ് ഉണ്ടാവും, ഒരു 200 രൂപയുടെ ചോക്ലേറ്റ്സ് ഉണ്ടാവും, 200 രൂപയുടെ കേക്ക്സ് ഉണ്ടാവും, ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 200 രൂപയുടെ ഉണ്ടാവും. സോ എത്രയായി? ഏകദേശം ഒരു 10,000 രൂപയുടെ ഇത്രയും പ്രൊഡക്റ്റുകളായി. ഇതെല്ലാം 10, 12 അല്ലെങ്കിൽ 5% ടാക്സബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരുന്നു. പക്ഷേ എയറേറ്റഡ് ഡ്രിങ്ക്, അതായത് ഒരു ചെറിയ ഒരു MLൻ്റെ എന്ത് ചെയ്തു? ഒരു 50 ml അല്ലെങ്കിൽ 100 ml അല്ലെങ്കിൽ 150 mlൻ്റെ ഒരു എയറേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഒരു എന്ത് വെച്ചു? പെപ്സി, കൊക്കോകോള അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ചു. സോ അത് ചിലപ്പോൾ ഒരു 30 രൂപയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 20 രൂപയുടെ ആയിരിക്കും. സോ ആ 20 രൂപയുടെ പ്രൊഡക്റ്റ് 28% ടാക്സ് ഉണ്ട്. ഓക്കെ, 28, അത് എയറേറ്റഡ് ഡ്രിങ്ക്സ് ആയതുകൊണ്ട് 28% ടാക്സ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിലും എല്ലാ പ്രൊഡക്റ്റിനും എത്ര ടാക്സ് വരും? 28% ടാക്സ് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പർ പോലുള്ള ബോക്സുകളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇതുപോലുള്ള ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. എല്ലാ പ്രൊഡക്റ്റിനും കൂടി 28% ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? മിക്സഡ് സപ്ലൈ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ദിവാലി ബോക്സ് പോലുള്ള മിക്സഡ് സപ്ലൈ ആണെങ്കിൽ അതെന്തല്ല, അത് നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ളതല്ല. ഓക്കെ, ദെൻ ഇ-കൊമേഴ്സ്. ഇനി അടുത്തൊരു ഏരിയയാണ് ഇ-കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയും. ഹൗ ക്യാൻ ഇ-കൊമേഴ്സ് സെയിൽസ് വർക്ക്? എന്താണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്? ഓൺലൈൻ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു ടോപ്പിക്കിലേക്ക് അത് പോകുന്നത്. ഇതൊക്കെ സപ്ലൈയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ സപ്ലൈയിൽ വരുന്നതാണ് ഇ-കൊമേഴ്സ്. എന്താണ് ഇ-കൊമേഴ്സ്? എന്താണ് ഇ-കൊമേഴ്സ് സെയിൽസ് വർക്ക് എങ്ങനെ നടത്തുന്നത്? ഇവിടെ നമുക്ക് ആമസോണിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് വൺ, സെല്ലർ രജിസ്റ്റേഴ്സ് ഓൺ ദ മാർക്കറ്റ് പ്ലേസ്, ദാറ്റ് ഈസ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സച്ച് എസ് ആമസോൺ. സത്യത്തിൽ നമ്മളിന്ന് ചിന്തിച്ചു, ആമസോൺ ഒരു പ്രൊഡക്റ്റും അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല. ആമസോൺ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ചന്തയാണ്, അല്ലെ ഒരു മാർക്കറ്റ് പ്ലേസ് മാത്രമാണ്.
ഒരു ഫിസിക്കൽ മാർക്കറ്റ് പ്ലേസ് നമ്മളുടെ എന്താണ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒരു നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നിട്ട് അവിടെ വരുന്ന കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് വാടക മേടിക്കുന്ന പോലെ ആമസോൺ എന്ത് ചെയ്യുന്നു, ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നു. അവിടെ വന്ന് കച്ചവടക്കാർക്ക് കച്ചവടം നടത്താം, പൈസ ഉണ്ടാക്കി പോവാം. അവിടെയും ആമസോൺ എന്താ മേടിക്കുന്നത്, ഒരു കമ്മീഷനാണ് മേടിക്കുന്നത്. അതായത് നമ്മളുടെ ഈ സാധാ മാർക്കറ്റ് പ്ലേസിൽ കമ്മീഷൻ മേടിക്കുന്ന പോലെ തന്നെ ആമസോണും കമ്മീഷനാണ് മേടിക്കുന്നത്. സോ സെല്ലർ രജിസ്റ്റേഴ്സ് ഓൺ ദ മാർക്കറ്റ് പ്ലേസ് ഓർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സച്ച് എസ് ആമസോൺ. സെല്ലർ ഇപ്പോൾ സാംസങ് എന്ന് പറയുന്ന മൊബൈൽ കമ്പനിക്ക് ആമസോൺ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആമസോൺ പ്ലാറ്റ്ഫോം മുഖാന്തരം അവർക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺസ് കച്ചവടം ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്, 3 പാർട്ടീസാണുള്ളത്. ഒന്ന് സെല്ലർ ആരാണ്, സാംസങ് ആണ്. ആമസോൺ ആരാണ്, ഇ കൊമേഴ്സ് ആണ്. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആരാണ്, ആമസോൺ. പിന്നെ ആരുള്ളത്, ബയ്യർ. ഇപ്പം ഞാനാണ് പ്രൊഡക്റ്റ് മേടിക്കുന്നതെങ്കിൽ ബയ്യർ ഞാനാണ്. സോ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇ കൊമേഴ്സ് നെറ്റ്വർക്കിൽ അവിടെ 3 പേഴ്സൺസാണ് നോർമലി വരിക. സെല്ലർ ഉണ്ടാവും, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ ആരുണ്ടാവും, ബയ്യർ ഉണ്ടാവും. സെല്ലർ ടേക്സ് പിക്ചേഴ്സ് ആൻഡ് അപ്ലോഡ്സ് ദം ടു ദ വെബ്സൈറ്റ് അലോങ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രൈസസ്. സാംസങ് എന്ത് ചെയ്യും, സെല്ലർ എന്ത് ചെയ്യും, അവരുടെ മൊബൈൽ ഫോൺസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ആമസോൺ വെബ്സൈറ്റിലേക്ക് ഡിസ്ക്രിപ്ഷൻ അടക്കം പ്രൈസ് അടക്കം എല്ലാം ഇടുന്നു. ബയ്യർ ഓർഡർ ദ പ്രൊഡക്റ്റ്, ബയ്യർ എന്ത് ചെയ്യുന്നു, അത് ഓർഡർ ചെയ്യുന്നു. ഐറ്റംസ് ആർ ഷിപ്പ്ഡ് ബൈ സെല്ലർ. ഒന്നുകിൽ സാംസങ് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഷിപ്പ് ചെയ്യുന്നു, കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഓർ ത്രൂ ആമസോൺ ലോജിസ്റ്റിക് സെൻറ്റർ, അല്ലെങ്കിൽ ആമസോൺ എന്ത് ചെയ്യുന്നു, ആ ഓൺലൈൻ പ്ലേസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്ന, അവരെന്ത് ചെയ്യുന്നു, ഈ സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള സർവീസ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അവരായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇ കൊമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എത്ര ട്രാൻസാക്ഷൻസാണ് വന്നത്, ഇവിടെ 2 ട്രാൻസാക്ഷനാണ് വന്നത്. എന്തൊക്കെയാണ്, ഒന്ന് സെല്ലറും ആമസോണും തമ്മിൽ, പിന്നെ ആരാണ്, സെല്ലറും ബയ്യറും തമ്മിൽ. ഓക്കെ, എന്ത് ട്രാൻസാക്ഷൻ വരണമെന്നില്ല, ആമസോണും ബയ്യറും തമ്മിൽ വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില സമയത്ത് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ആമസോണും ബയ്യറും തമ്മിലായിരിക്കാം ചിലപ്പോൾ എന്ത് വരാം. സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇ കൊമേഴ്സോ. നോർമലി വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സെല്ലർ ആമസോൺ ആൻഡ് സെല്ലർ ബയ്യർ. ഓക്കെ, 2 ട്രാൻസാക്ഷൻ എങ്ങനെ വന്നാലും വരും. ഓക്കെ, സോ ഇതാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ആമസോൺ ചാർജസ് എ സബ്സ്ക്രിപ്ഷൻ ഫീ ഓർ കമ്മീഷൻ ഓൺ സെയിൽ. അപ്പോൾ സാംസങ് എനിക്ക് മൊബൈൽ ഫോൺ തന്നു, ആമസോൺ മുഖാന്തരം തന്നതുകൊണ്ട് ആമസോണിന് എന്ത് കൊടുക്കണം, ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ആ കമ്മീഷൻ എന്താണ്, അത് GST, ആ കമ്മീഷൻ മേൽ GST അടയ്ക്കേണ്ടി വരും. സോ ആമസോൺ ആരുടെ അടുത്തുനിന്ന് GST മേടിക്കും, നമ്മളുടെ സെല്ലറായിട്ടുള്ള സാംസങ്ങിൻ്റെ കയ്യിൽ നിന്ന് GST മേടിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരും. ആമസോൺ അസിസ്റ്റ് സെല്ലേഴ്സ് ഇൻ എവറിത്തിങ് ഫ്രം ഫോട്ടോഗ്രാഫി ഓഫ് ഗുഡ്സ് ടു ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ്. എന്തിനാണ് അവരുടെ അടുത്തുനിന്ന് പേയ്മെൻറ്റ് മേടിക്കുന്നത്, അവർ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ്, ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടാണ്. അതിൻ്റെ റെൻറ്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, അവരത് മേടിക്കുന്നത്, ഒരു കമ്മീഷനായിട്ട് മേടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇ കൊമേഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. ഓക്കെ, സോ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ബൈ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എങ്ങനെയാണ് ടാക്സ് ചുമത്തുന്നതും കളക്ട് ചെയ്യുന്നതും. എവരി ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ബിലോ 3 പാർട്ടീസ്. മെയിനായിട്ട് 3 പാർട്ടീസാണുള്ളത്, സെല്ലർ, ബയ്യർ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. സെല്ലർ ആരാണ്, ഞാൻ പറഞ്ഞു സാംസങ് ആണ്. ബയ്യർ നമ്മളാണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്ററാണ് ഇതർ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മീഷോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ, അവിടെ ഏതൊക്കെ ടൈപ്പ് ട്രാൻസാക്ഷൻ ഉണ്ട്, ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ. സെല്ലറും ബയ്യറും തമ്മിൽ ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, സെല്ലറും ബയ്യറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാംസങ്ങും ബയ്യർ ഞാനാണ്. സോ സാംസങ്ങും ബയ്യറും തമ്മിൽ, ദാറ്റ് ഈസ് സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആണ് അവിടെ വിൽക്കുന്നത്. ഓക്കെ, ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, പ്രൊവിഷൻ ഓഫ് മാർക്കറ്റ് പ്ലേസ്. അതായത് സെല്ലറും ഇ കൊമേഴ്സ് ഓപ്പറേറ്ററും. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആരാ, ആമസോൺ. ആമസോണും സെല്ലറും തമ്മിൽ എന്താ ട്രാൻസാക്ഷൻ, എന്താണ്, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ആമസോൺ മാർക്കറ്റ് പ്ലേസ് പ്രൊവൈഡ് ചെയ്തു ആർക്ക്, സെല്ലറായിട്ടുള്ള നമ്മളുടെ സാംസങ്ങിന് വിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തു. സോ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയ്യർ, ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. സോ GST ഷാൽ ബി ലെവീഡ് ഓൺ ബോത്ത് ട്രാൻസാക്ഷൻ. 2 ട്രാൻസാക്ഷനിൽ എന്ത് വരും, GST ഈടാക്കും. സാംസങ് ബയ്യറായിട്ടുള്ള എനിക്ക് മൊബൈൽ ഫോൺ വിൽക്കുമ്പോൾ GST വരും. അതെന്ത് മേലെ GST വരുന്ന, മൊബൈൽ ഫോണിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 18% ആണെങ്കിൽ 18% ടാക്സ് ഞാൻ ആർക്ക് കൊടുക്കണം, സാംസങ്ങിന് കൊടുക്കണം. ഓക്കെ, സാംസങ് ആ ഗുഡ്സ് വിറ്റത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ആമസോൺ വഴിയാണ് എന്ത് ചെയ്തത്, വിറ്റതെങ്കിൽ ആ
കമ്മീഷനായിട്ട് ചിലപ്പോൾ ഒരു 10,000-2,000 രൂപ ആർക്ക് കൊടുക്കേണ്ടി വരും? ആമസോണിന് കൊടുക്കേണ്ടി വരും. സോ ആ ട്രാൻസാക്ഷൻ വേറെയാണ്. അത് മൊബൈലിന്മേലുള്ള 18% ടാക്സ് അല്ല ആമസോണിന് കൊടുക്കേണ്ടത്. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ആ സപ്ലൈ മേലുള്ള ടാക്സിൻ്റെ റേറ്റ് എത്രയാണോ, 5 ആണെങ്കിൽ 5, 12 ആണെങ്കിൽ 12, 18 ആണെങ്കിൽ 18, ആ ട്രാൻസാക്ഷൻ്റെ ഇതനുസരിച്ചിരിക്കും ടാക്സിൻ്റെ റേറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. ഓക്കെ, ഞാനിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞാണ്, സെല്ലറും ബയറും തമ്മിലുള്ളതാണെങ്കിലോ GST on entire value of goods or services supplied, GST shall be paid by the supplier except in case of services specified under section 9. ഓക്കെ, സോ ഇത് പിന്നീട് നമ്മൾ പഠിക്കേണ്ട സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എനിവേ, സെല്ലറും അതുപോലെ തന്നെ ബയ്യറും തമ്മിലുള്ള കച്ചവടത്തിൽ ബയ്യർ സെല്ലർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. ഇ കൊമേഴ്സ് ഓപ്പറേഷനിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം, സെല്ലർ ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് GST ഓൺ കമ്മീഷൻ വാല്യൂ അതർ ചാർജസ് നമ്മൾ പറഞ്ഞാണ്. GST കമ്മീഷൻ ചാർജ് മേലെ എന്ത് ചെയ്യേണ്ടി വരും? സെല്ലർ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ മേൽ സെല്ലർ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് ടാക്സ് കൊടുത്തിട്ട് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് അത് ടാക്സ് അടയ്ക്കേണ്ടി വരും. ദെൻ ടാക്സ് പേയബിൾ ബൈ ഇലക്ട്രോണിക് കൊമേഴ്സ്. ഓക്കെ, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് അടയ്ക്കേണ്ടത് എങ്ങനെയാണ്? ദ ഗവൺമെന്റ് മേ നോട്ടിഫൈ ദ സർവീസസ് ഓൺ വിച്ച് ടാക്സ് ഷാൽ ബി പെയ്ഡ് ബൈ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫോർ ദ സർവീസസ് സപ്ലൈഡ് ത്രൂ ഹിം ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ പ്ലേസ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. അതായത് ഇപ്പോൾ ആമസോണിന് എന്ത് വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിൽ വേണമെന്നില്ല. ദർ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആൻഡ് ലയബിൾ ടു പേ ടാക്സ് ഓൺ സർവീസ് റെൻഡേഡ്. അവർക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് എങ്കിലും വേണം, ഒരു ഏജൻ്റ് ആയിട്ട് ഒരു വ്യക്തിയെങ്കിലും വേണം. എങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ ഒരു ബിസിനസ് നടത്താനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററെ സംബന്ധിച്ച് ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദെൻ സെല്ലർ ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, സോ ഹിയർ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? എന്താണ് ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ എന്താണ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സപ്ലൈനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സോ അതുമായി ബന്ധപ്പെട്ട MCQ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് സപ്ലൈ അണ്ടർ GST. നമ്മൾ GSTയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചാണ്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ്, ഏതൊക്കെയാണ് ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സെയില്, ട്രാൻസ്ഫർ, ഇമ്പോർട്ട്, ഓൾ ഓഫ് ദ അബവ്. ഓക്കെ, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ്? ഓൾ ഓഫ് ദ അബവ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ സെയിലും ട്രാൻസ്ഫറും ഇമ്പോർട്ടും എല്ലാം GSTയുടെ ഡെഫിനേഷനിൽ എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ അടുത്ത അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ അണ്ടർ GST ഇൻക്ലൂഡ് സെയിൽ, ട്രാൻസ്ഫർ, ഇമ്പോർട്ട് ആൻഡ് അതർ ട്രാൻസാക്ഷൻസ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 കൊടുത്തിട്ടുണ്ട്, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്. സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ എന്ത് ചെയ്യുന്നില്ല? മേടിക്കുന്നില്ല. ഇൻക്ലൂഡ്സ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ പെർമനൻറ്റ് ട്രാൻസ്ഫർ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2, ഗിഫ്റ്റ് ബിലോ 50,000, 50,000 രൂപക്ക് താഴെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ടു ആൻ എംപ്ലോയി ആർ എക്സ്ക്ലൂഡഡ് ഫ്രം സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. അതായത് നമ്മൾ ഗിഫ്റ്റ് 50,000 രൂപയിൽ താഴെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? അത് എക്സ്ക്ലൂഡഡ് ആണ്, സപ്ലൈയിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ തന്നെ സപ്ലൈ വിത്തൗട്ട് ഇൻക്ലൂഡ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. നമ്മളൊരു അസറ്റ് പെർമനൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതെന്താണ്? സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ മേടിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൂടെ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ ആസ്പെക്ട് ഓഫ് സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ അണ്ടർ GST. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അണ്ടർ ഷെഡ്യൂൾ 2. അപ്പോൾ ഷെഡ്യൂൾ 2 നമ്മൾ കുറേ സപ്ലൈസ് പഠിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അണ്ടർ ഷെഡ്യൂൾ 2? സർവീസസ് ടു ആൻ എംപ്ലോയി, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്, സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്, കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ സർവീസസ്. അപ്പോൾ നമുക്കറിയാം അവിടെ കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 3 അത് സപ്ലൈയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തതാണ്. സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിങ്ങും എന്തല്ല? സപ്ലൈയിൽ വരുന്നതല്ല. ഓക്കെ, സർവീസസ് ടു ആൻ എംപ്ലോയി വരുന്നോ? ഇല്ല. ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്, അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബിസിനസ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 2 വരുന്നത്. അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തത്,
മാച്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വിത്ത് ദർ GST ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, GSTയുടെ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ കൺസ്ട്രക്ഷൻ സർവീസസ്, ബി സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ, സി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് വിത്തൗട്ട് പേയ്മെൻറ്റ്, ഡി ഫ്യൂണറൽ ആൻഡ് ബ്യൂറിയൽ സർവീസസ്. അതുപോലെ തന്നെ GST ട്രീറ്റ്മെൻറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട്, നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ, സപ്ലൈ ഓഫ് സർവീസസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ. ഓക്കെ, സോ ഹിയർ ഇവിടെ നമുക്ക് നോക്കാം, രണ്ടെണ്ണം നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയോ രണ്ടെണ്ണം നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫ്യൂണറൽ ആൻഡ് ബ്യൂറിയൽ സർവീസസ് എന്ന് പറയുന്നത് എന്താ, നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ആണ്, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഏതാണ്? അപ്പോൾ D4 കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും D4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ A ആവാം, B ആവാം, C ആവാം, D ആവാം. ഓക്കെ, ഏത് ഓപ്ഷൻ വേണമെങ്കിലും ആവാം. ഇനി നമുക്ക് നോക്കാം കൺസ്ട്രക്ഷൻ സർവീസസ്. കൺസ്ട്രക്ഷൻ സർവീസ് ഏതായാലും നോട്ട് ട്രീറ്റഡ് സപ്ലൈ അല്ല, സപ്ലൈ ആണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ സർവീസ് ആണ് അല്ലേ, ഗുഡ്സ് അല്ല. അതായത് നമ്മളൊരു പാലം പണിത് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല, പാലം പണിത് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ വീട് പണിത് കൊടുക്കുന്നതാണ്, അതെന്താണ്, സർവീസാണ്. സോ കൺസ്ട്രക്ഷൻ സർവീസസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും, സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരും. സോ എ എന്താവാനാണ് ചാൻസ്, 3 ആവാനാണ് ചാൻസ്. സോ A3 എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ A3 എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ D4 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എയും ആവാം, സിയും ആവാം, ബിയും അല്ല, ഡിയും അല്ല. ഇനി ബി നോക്കിയേ, എ കൺസ്ട്രക്ഷൻ സർവീസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ, അത് ഒരിക്കലും അല്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിയും അല്ല, ഡിയും അല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ. കോർട്ടോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ നടത്തുന്നത്, അവർ ചെയ്യുന്നത് എന്തല്ല, സർവീസ് അല്ല. സോ സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. സപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഹിയർ ഇവിടെ സപ്ലൈ സർവീസസ് ബൈ കോർട്ട് ഓർ സർവീസസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ ആണെന്ന് കിട്ടി. സോ ബി ഏതിൽ വരിക, 2ൽ വരിക. സോ B2 ഇവിടെ വന്നു, ഇവിടെ ഏതാ വന്നത്, B1 വന്ന്. സർവീസസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതാണ്, തെറ്റാണ്. സോ അങ്ങനെ വരുമ്പോൾ മിക്കവാറും ഏതായിരിക്കും ആൻസർ, എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരേണ്ടത്. ഓക്കെ, ദെൻ നമുക്കിനി ഒരു കുറച്ചും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. സി നമുക്ക് നോക്കാം, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ് വിത്തൗട്ട് പേയ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സോ ആൻസർ ഈസ് എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. A3, B2, C1, D4 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി അടുത്തത്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ സപ്ലൈ ഓഫ് സർവീസസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സപ്ലൈ ഓഫ് സർവീസുമായി യോജിക്കുന്ന ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് നോട്ട് എ സപ്ലൈ. ഓക്കെ, റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നത് സപ്ലൈ അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കും വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, സപ്ലൈ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. ഓക്കെ, അപ്പോൾ എ അല്ല. പ്രോഗ്രാമിംഗ് സർവീസസ് ആർ ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അതായത് പ്രോഗ്രാമിംഗ് സർവീസ്, നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് എന്താണ്, സപ്ലൈ ആണ്, സംശയമില്ല. പക്ഷേ ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഗുഡ്സ് അല്ല ശരിക്കും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അത് സർവീസാണ്. സോ അതുകൊണ്ട് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ട്രൂ അല്ല. ദെൻ സി നോക്കാം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സർവീസ് ആർ ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് സർവീസ് ആണെന്ന് പറയുന്നു. സോ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലീസ് ഓഫ് ലാൻഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസസ്. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാൻഡ് എന്തിനു കൊടുത്തു, ലീസിന് കൊടുത്തു, അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല. സോ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്, സി ആണ്. IPR സർവീസ് ആർ ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസ്. ഇതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ കോമ്പോസിറ്റ് സപ്ലൈ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കോമ്പോസിറ്റ് സപ്ലൈ? വാട്ട് ഈസ് കോമ്പോസിറ്റ്? നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, കുക്കീസ് ടുഗദർ, ഇതെല്ലാം എന്താണ്, നമുക്ക് സെപ്പറേറ്റ് വിൽക്കാം. സെപ്പറേറ്റ് ടാക്സിബിളോടെ സെപ്പറേറ്റ് ആയിട്ട് വിറ്റെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അതിനെ നമ്മളൊരു ബോക്സ് ആയിട്ട് വിൽക്കണമെങ്കിൽ അതെന്താ വിളിക്കുക, അത് മിക്സഡ് ആണ്. സോ ചോദ്യം കോമ്പോസിറ്റ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അടുത്ത് നോക്കാം. എ വെഹിക്കിൾ സോൾഡ് വിത്ത് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ആൻഡ് സർവീസസ്. സോ ഇതാവാം. ഓക്കെ,
എ ഗിഫ്റ്റ് ഹാമ്പർ വിത്ത് ക്യാൻഡ് ഫുഡ്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഇതല്ല, ഇത് മിക്സഡ് ആണ്. എ കോംബോ മീൽ അറ്റ് റെസ്റ്റോറൻറ്റിലെ കോംബോ മീലൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ബർഗർ കിങ്, അതുപോലെ തന്നെ KFC, അതുപോലെ തന്നെ ചിക്കിങ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മക്ഡൊണാൾഡ്സിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പെപ്സി, അങ്ങനെ എയറേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കിട്ടൂലേ. സോ ഇതെന്താ സത്യത്തിൽ കോംബോ മീലാണ്. സോ അതെന്താണ്, മിക്സഡ് സപ്ലൈ ആണത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഉള്ളതിൻ്റെ റേറ്റ് ബാക്കിയുള്ളതിനെ അടക്കേണ്ടി വരും. സോ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യാതിരിക്കുക, ടാക്സ് കൂടുതൽ അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാതിരിക്കുക. സെപ്പറേറ്റ് മേടിക്കലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ടാക്സ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, സോ ഡി അല്ല. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി ആണ്. എ വെഹിക്കിൾ സോൾഡ് വിത്ത് രജിസ്ട്രേഷൻ, ഇൻഷുറൻസ് ആൻഡ് മെയിൻ്റനൻസ് സർവീസ് ആണ്. അടുത്ത നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞും കഴിഞ്ഞതാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. ഇൻ എ കോമ്പോസിറ്റ് സപ്ലൈ ദ പ്രിൻസിപ്പൽ സപ്ലൈ ഡിറ്റർമൈൻസ് ദർ ടാക്സ് റേറ്റ്. കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രിൻസിപ്പൽ പ്രൊഡക്റ്റ് ഏതാണോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സർവീസ് ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ, അതിൻ്റെ റേറ്റാണ് എല്ലാത്തിനും വരിക എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഏതായാലും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ഇൻ എ മിക്സഡ് സപ്ലൈ ദ ഹയസ്റ്റ് ടാക്സ് റേറ്റ് എമംഗ് ദ ഐറ്റംസ് ഡിറ്റർമിൻ ദ ടാക്സ് റേറ്റ്. ആ മിക്സഡ് സപ്ലൈയിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകളുണ്ടോ അതിൽ ഏറ്റവും ഹയസ്റ്റ് ടാക്സ് റേറ്റ് ഏതാണോ അതിൻ്റെ റേറ്റ് തന്നെ എല്ലാത്തിനും അടയ്ക്കേണ്ടി വരും എന്നുള്ളതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് അല്ല, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് അല്ല, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആ കറക്റ്റ് ആണ്. സോ ആൻസർ അവിടെ സി ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിറ്റ്, എന്താണ് മിക്സഡ് സപ്ലൈ എന്നുള്ളത് ഇതിലൂടെ പഠിച്ചോ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ. ഓക്കെ, സോ ദ ആൻസർ ഈസ് സി, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് ദെൻ അടുത്തത് മാച്ച് ദ ഫോളോയിങ് വിത്ത് ദർ കറക്റ്റ് ഡെഫിനിഷൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. ഐറ്റം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡെഫിനേഷനും കൊടുത്തിട്ടുണ്ട്. കോമ്പോസിറ്റ് സപ്ലൈ ഉണ്ട്, മിക്സഡ് സപ്ലൈ ഉണ്ട്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ട്. നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ, ഗുഡ്സ് ഓർ സർവീസസ് ഓർഡിനറിലി സപ്ലൈഡ് ടുഗദർ. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡിനറിലി സപ്ലൈഡ് ആണ്, നാച്ചുറലി ബണ്ടിൽഡ് ആണ്. ഓക്കെ, സോ ഗുഡ്സ് ഓർ സർവീസസ് ഓർഡിനറിലി സപ്ലൈഡ് ടുഗദർ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്, 1 ആവാം. ഓക്കെ, മിക്സഡ് സപ്ലൈ, ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ടുഗദർ വിത്ത് ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ് ഉള്ളത് ഒരുമിച്ച് വിൽക്കുക. സോ B2 ആവാം. ഓക്കെ, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, മാർക്കറ്റ് പ്ലേസ് ഫെസിലിറ്റേറ്റിംഗ് സെയിൽസ് ഓഫ് ഗുഡ്സോ സെയിൽസോ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ. സോ C3 ആണ്. സോ പ്രിൻസിപ്പൽ സപ്ലൈ, എന്താണ് പ്രിൻസിപ്പൽ സപ്ലൈ? ദ മെയിൻ ഐറ്റം ഇൻ എ കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈയുള്ള മെയിൻ ഐറ്റം ആണിത് പ്രിൻസിപ്പൽ സപ്ലൈ. സോ D4. അപ്പോൾ ഏതൊക്കെയാണ്? A1, B2, C3, D4. A1, B2, C3, D4. സോ റൈറ്റ് ആൻസർ വിൽ ബി എ ആണ് റൈറ്റ് ആൻസർ. സോ ആൻസർ എ ആണ്. A1, B2, C3, D4. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിപ്പോൾ ഇതോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇൻ ആൻ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ which party is responsible for paying GST on the market platform provision? In an e-commerce transaction, ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷനിൽ which party is responsible for paying GST? ആരാണ് GST അടയ്ക്കേണ്ടത്? ബയ്യർ ആണോ, സെല്ലർ ആണോ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണോ, ഗവൺമെൻറ് ആണോ? ഒരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ്റെ സമയത്ത് which party is responsible for paying GST? അതായത് ആ മാർക്കറ്റ് പ്ലാറ്റ്ഫോം പ്രൊവിഷന് വേണ്ടിയിട്ട് GST അടയ്ക്കേണ്ടത് ആരാണ്? ബയ്യർ ആണോ, സെല്ലർ ആണോ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണോ, ഗവൺമെൻറ് ആണോ? ഏതായാലും ഗവൺമെൻറ് അല്ല. ഓക്കെ, ബയ്യറും അല്ല. പിന്നെ ആരാണ്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആർക്കാ സർവീസ് പ്രൊവൈഡ് ചെയ്തത്? സെല്ലർക്കാണ്. സോ സെല്ലറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇൻ ആൻ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ e-commerce operator is responsible for paying GST on the market from provision. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. e-commerce operator is responsible for paying GST on the commission value earned for providing the market platform. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is considered as supply under GST? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സപ്ലൈ? സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, ഓൾ ഓഫ് ദ അബോവ്. ഏതാണ്? എല്ലാം എന്താണ്? സപ്ലൈ തന്നെയാണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്, സപ്ലൈ ടു റിലേറ്റഡ് പേഴ്സൺസ്, സപ്ലൈ ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ്, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, കൺസിഡറേഷൻ ഒന്നും മേടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. അത് ഏതൊക്കെ സിറ്റുവേഷനാണ്? പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസെറ്റ്. ബിസിനസ് അസെറ്റ് എന്ത് ചെയ്യുക?
പെർമനൻ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. സപ്ലൈ ടു റിലേറ്റഡ് പേഴ്സണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക. സപ്ലൈ ബൈ പ്രിൻസിപ്പൽ ടു ഏജൻറ്റ്, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ പറയുന്ന 3 സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡറേഷൻ മേടിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊരാളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ എക്സാമ്പിളായിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ അണ്ടർ GST? GSTയുടെ അണ്ടറിൽ GST ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത്, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ അണ്ടർ GST? സർവീസസ് ബൈ ആൻ എംപ്ലോയി, ഒരു എംപ്ലോയി ചെയ്യുന്ന സർവീസ്, അത് ഒരിക്കലും എന്തല്ല, അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കോർട്ട് ഓർ ട്രിബ്യൂണൽ സർവീസസ്, കോർട്ട് ട്രിബ്യൂണൽ സർവീസും സപ്ലൈ അല്ല, ഫ്യൂണറലും അല്ല, ഓൾ ഓഫ് ദ എബോവ്. സോ ഏതാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതൊന്നും എന്തല്ല, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ GST ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ, അതായത് വിദേശ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യുക, ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ? ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ, ദ ലൊക്കേഷൻ വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്, ദ ലൊക്കേഷൻ ഓഫ് ദ ബയർ, ദ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ ഷിപ്ഡ് ഫ്രം. സോ എനിവേ ഇത് നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക്കിലാണ്, നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. സോ ഈ നെക്സ്റ്റ് PPTയിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ എനിവേ പ്ലേസ് ഓഫ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അണ്ടർ GST ദ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ പ്ലേസ് ഓഫ് സപ്ലൈ? ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ, ദ ലൊക്കേഷൻ വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്, ദ ലൊക്കേഷൻ ഓഫ് ദ ബയർ, ദ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ ഷിപ്ഡ് ഫ്രം. ഏതാണ് റൈറ്റ് ആൻസർ? ദ ലൊക്കേഷൻ വേർ ദ ഗുഡ്സ് ആർ ഡെലിവർ, ഏത് രാജ്യത്തായിട്ടാണോ ഡെലിവറി ചെയ്തത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഡസ് കോമ്പോസിറ്റ് സപ്ലൈ മീൻ അണ്ടർ GST? വാട്ട് ഡസ് കോമ്പോസിറ്റ് സപ്ലൈ മീൻ അണ്ടർ GST? എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബണ്ടിൽഡ് ടുഗദർ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺലി, സപ്ലൈ ഓഫ് സർവീസ് ഓൺലി, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. സോ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗുഡ്സോ സർവീസോ ഒരുമിച്ച് ബണ്ടിൽ ചെയ്യുന്നതാണ്. സോ അവിടെ എന്താണ് വാട്ട് ഡസ് എ കോമ്പോസിറ്റ് സപ്ലൈ? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബണ്ടിൽ ടുഗദർ, ബണ്ടിലാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കാറിൽ വെക്കുമ്പോൾ കാർ ഗുഡ്സ് ആണ് അല്ലേ, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? സർവീസാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആണ്. ടൂൾ കിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആണ്. ഇൻഷുറൻസ് എന്താണ്? സർവീസാണ്. സോ അവിടെ എന്താണ്? കോമ്പോസിറ്റ് സപ്ലൈ ആണ്, നാച്ചുറൽ ബണ്ടിലാണ്. സോ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബണ്ടിൽ ടുഗദർ, ഒരുമിച്ച് ബണ്ടിൽ ചെയ്യുന്നതാണ്. സോ അത് ഗുഡ്സ് മാത്രമാവണമെന്നില്ല, എന്തുമാവാം, സർവീസ് ആവാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺലി എന്ന് പറയുന്നത് തെറ്റാണ്, സപ്ലൈ ഓഫ് സർവീസ് ഓൺലി എന്ന് പറയുന്നത് തെറ്റാണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബണ്ടിൽഡ് ടുഗദർ ആണ്. സോ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബണ്ടിൽഡ് ടുഗദർ ആണ്. സോ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സഡ് സപ്ലൈ അണ്ടർ GST? മിക്സഡ് സപ്ലൈ എന്താണ്? ദിവാലി ഗിഫ്റ്റ് ബോക്സ് വിത്ത് ചോക്ലേറ്റ്സ് ആൻഡ് എയറേറ്റഡ് ഡ്രിങ്ക്സ്, അത് മിക്സഡ് സപ്ലൈ ആണ്. വെഹിക്കിൾ വിത്ത് ഇൻഷുറൻസ് ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആണ്. റെന്റിങ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി അതിൽ വരില്ല. സപ്ലൈ ഓഫ് ഗുഡ്സ് അതും വരില്ല. സോ സപ്ലൈ ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് മിക്സഡ് സപ്ലൈയിൽ ഇതിലൊന്നും വരുന്നതല്ല. സോ ഏതാണ്? മിക്സഡ് സപ്ലൈയിൽ വരുന്ന എ ആണ്. ദിവാലി ഗിഫ്റ്റ് ബോക്സ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, GST ഓൺ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് വിച്ച് പാർട്ടീസ്? GST ഓൺ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് വിച്ച് പാർട്ടീസ്? ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആരൊക്കെ ഉണ്ടാവും? സെല്ലർ, ബയ്യർ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ബയ്യർ ബാങ്ക് ഗവൺമെന്റ്, സെല്ലർ മാനുഫാക്ചർ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ബയ്യർ സെല്ലർ മാനുഫാക്ചർ ആരാണ്? ഫസ്റ്റ് ഓപ്ഷനാണ്. സെല്ലറും ബയ്യറും ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുമാണ് ഈ ട്രാൻസാക്ഷനിൽ ഉണ്ടാവുക. സോ എ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആർ സ്പെസിഫൈഡ് അണ്ടർ വിച്ച് സെക്ഷൻ? അപ്പോൾ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് അത് ഏത് സെക്ഷനാണെന്നുള്ളതാണ് ചോദ്യം. സെക്ഷനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് സെക്ഷനൊക്കെ ഒന്ന് അത്യാവശ്യം പഠിച്ചിരിക്കാൻ പറ്റുന്നവർ, ഓർത്തെടുക്കാൻ പറ്റുന്നവർക്ക് ഓർത്തെടുക്കുക. സോ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആർ സ്പെസിഫൈഡ് അണ്ടർ വിച്ച് സെക്ഷൻ? ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? എ ആണ്. സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഈസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് സർവീസസ് അണ്ടർ ഷെഡ്യൂൾ 2 ഓഫ് ദ GST? ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്ന സർവീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്, സപ്ലൈ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഷെഡ്യൂൾ 2 ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്, ലീസ് ഓഫ് ബിൽഡിംഗ്, സെയിൽ ഓഫ് ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ലീസ് ഓഫ് ബിൽഡിംഗ് ആണ് ഷെഡ്യൂൾ 2 വരുന്നത്. ഓക്കെ, അടുത്തത്, ഇൻ GST വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ 3? ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലൈ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. സോ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
സപ്ലൈ ഫ്രം എ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി, റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് ഏതായാലും സപ്ലൈ ആണ്, കൺസ്ട്രക്ഷൻ സർവീസ് സപ്ലൈ ആണ്, പ്രോഗ്രാമിംഗ് സർവീസും സപ്ലൈ ആണ്. സോ ഏതായിരിക്കും? സപ്ലൈ ഫ്രം എ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി ആണ്. ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് അടുത്ത നോൺ ടാക്സബിൾ ടെറിട്ടറി. നമ്മൾ സെസ് പഠിച്ചല്ലോ, സ്പെഷ്യൽ എക്കണോമിക് സോൺ പഠിച്ചല്ലോ. സോ അതൊക്കെ എന്താണ്? ഷെഡ്യൂൾ 3 വരുന്നതാണ്. സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ ടാക്സബിളും അല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ ഫുൾ പേയ്മെന്റ് അണ്ടർ GST? വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഫ്യൂച്ചർ ആഫ്റ്റർ ഫുൾ പേയ്മെന്റ് അണ്ടർ GST? ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ കൊടുക്കുന്ന ഏതാണ്? മിക്സഡ് സപ്ലൈ ആണോ, കോമ്പോസിറ്റ് സപ്ലൈ ആണോ, സപ്ലൈ ഓഫ് സർവീസ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? സോ ഇവിടെ നമുക്കതിലേക്ക് ചെയ്യാൻ പറ്റുക സപ്ലൈ ഓഫ് സർവീസിലാണ് അത് വരുന്നത്. അതായത് മിക്സഡ് സപ്ലൈയിലോ കോമ്പോസിറ്റ് സപ്ലൈയിലല്ല, ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ത്? ഈ ട്രാൻസ്ഫർ കൊടുക്കുന്ന പരിപാടിയാണ്. സോ ഇതിൽ വരുന്ന സപ്ലൈ ഓഫ് സർവീസ് ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡേർഡ് ആസ് സപ്ലൈ ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് അണ്ടർ GST? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡേർഡ് സപ്ലൈ ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ്? പ്രിൻസിപ്പൽ ഏജന്റിലേക്ക് കൊടുക്കുന്ന ഏത് സപ്ലൈ ആണ്? ഗുഡ്സ് സപ്ലൈഡ് ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, സർവീസസ് പ്രൊവൈഡ് ബൈ ഏജന്റ് ടു കസ്റ്റമർ, സെയിൽ ഓഫ് ഗുഡ്സ് ടു എ തേർഡ് പാർട്ടി, നൺ ഓഫ് ദ എബോവ്. ഏതാണ്? ഗുഡ്സ് സപ്ലൈഡ് ബൈ പ്രിൻസിപ്പൽ ടു ഏജന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് കോമ്പോസിറ്റ് സപ്ലൈ അണ്ടർ GST? എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ളതാണ്. എ സപ്ലൈ ഓഫ് മൾട്ടിപ്പിൾ ഗുഡ്സ് ഓർ സർവീസസ്, വൺ ഓഫ് വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സപ്ലൈ, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓൺലി, സപ്ലൈ ഓഫ് സർവീസസ് ഓൺലി, സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? സപ്ലൈ ഓഫ് മൾട്ടിപ്പിൾ ഗുഡ്സ് ഓർ സർവീസസ്, വൺ ഓഫ് വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സപ്ലൈ. ഒരെണ്ണം പ്രിൻസിപ്പൽ സപ്ലൈയും ബാക്കിയുള്ളതൊക്കെ പ്രിൻസിപ്പൽ സപ്ലൈ അല്ലാത്തതുമാണ് എന്ത്? അത് ഗുഡ്സോ സർവീസസോ ആവാം. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് വിളിക്കുക. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. സോ റൈറ്റ് ആൻസർ വിൽ ബി എ, സപ്ലൈ ഓഫ് മൾട്ടിപ്പിൾ ഗുഡ്സ് ഓർ സർവീസസ്, വൺ ഓഫ് വിച്ച് ഈസ് എ പ്രിൻസിപ്പൽ സപ്ലൈ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അണ്ടർ ഷെഡ്യൂൾ 2? ഓക്കെ, ഷെഡ്യൂൾ 2 ഇല്ലാത്തത് ഏതാണ്? വാട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ ഷെഡ്യൂൾ 2? ഷെഡ്യൂൾ 2 ഇല്ലാത്തത് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്, ലീസ് ഓഫ് ലാൻഡ്, കോർട്ട് സർവീസ്, റെന്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഏതാണ് റൈറ്റ് ആൻസർ? കോർട്ട് സർവീസ്. കോർട്ട് സർവീസ് ഏതിൽ വരുന്ന? ഷെഡ്യൂൾ 3 വരുന്നതാണ്. ശരിയല്ലേ? സോ ഷെഡ്യൂൾ 3 വരുന്നത് എന്തല്ല? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതാണ്. സോ കോർട്ട് സർവീസ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ സി ആണ്, കോർട്ട് സർവീസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ അണ്ടർ GST അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ 3? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് എ സപ്ലൈ അണ്ടർ GST അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ 3? ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത ഏതൊക്കെയാണ്? സെയിൽ ഓഫ് ലാൻഡ്, സപ്ലൈ ഓഫ് ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് സർവീസസ്, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, സെയിൽ ഓഫ് ലാൻഡ്, സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്താണ്? സപ്ലൈ ആണ്. ഇമ്പോർട്ട് ഓഫ് സർവീസും സപ്ലൈ തന്നെയാണ്. നൺ ഓഫ് ദ എബോവ് അല്ല. സെയിൽ ഓഫ് ലാൻഡ്. ഓക്കെ, അതായത് ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സെയിൽ ഓഫ് ലാൻഡ് ആണ്. ലാൻഡ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ ആണെന്ന് പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് എ, സെയിൽ ഓഫ് ലാൻഡ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ സപ്ലൈനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.